ഹലോ. അപ്പോൾ നമ്മൾ അനുമോൾ സ്റ്റാർ സിംഗറിൽ പോയപ്പോൾ ചിത്ര ചേച്ചി ഒരു മോതിരം കൊടുത്തില്ലേ? അപ്പോൾ അതിനെപ്പറ്റി കുറേ കളിയാക്കലുകൾ വന്നല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ നമുക്ക് നോക്കാം. ഞാൻ എന്നെ ഓർമ്മിക്കുന്നത് പാവ ചിത്രചേച്ചി എന്റെ അവസ്ഥ കണ്ട് കൊടുത്തതാണ്. പക്ഷേ ചിത്രചേച്ചിയുടെ അതിന്റെ കാര്യം കൂടി പറയാം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാണ്. അതൊരു ഡയമണ്ട് സ്റ്റാൻഡേർഡ് സ്വരോസ്കി ക്രിസ്റ്റൽസ് ഉള്ള ഒരു റിംഗ് ആണ്. ആൻഡ് നോട്ട് ബിക്കോസ് ഓഫ് മൈ ഫ്ലൈറ്റ് ദാറ്റ് ഷി വാസ് ഗിവൻ ദ ഡയമണ്ട് റിംഗ്. എന്റെ ഫ്ലൈറ്റ് കാരണമല്ല, പകരം അത് കൊടുത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ചിത്രചേച്ചിയോട് ഫിനാലയിൽ ചെല്ലുമ്പോൾ ചിത്രചേച്ചിയുടെ നീസ് അനുമോൾക്ക് ഒരു ബൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ചിത്രചേച്ചിക്ക് സാധിച്ചില്ല, കാരണം നീസ് ഭയങ്കര ഫാനാണ് അനുമോളുടെ. അങ്ങനെ ചിത്രചേച്ചി പറഞ്ഞു ചിത്രചേച്ചിയുടെ കൈ കിടന്ന സ്വരോസ്കി സ്റ്റാൻഡേർഡ് മോതിരമാണ് അനുമോൾക്ക് ഊരി കൊടുത്തത്. ഐ എം വൗച്ചിങ് ഫോർ ദാറ്റ് റൈറ്റ് നൗ. കേട്ടോ പറയാൻ പറ്റും. അതാണ്. അപ്പോൾ ഇത് എന്താ കുറേ പേര് കളിയാക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് സീക്രട്ട് ഏജന്റ് അണ്ണനെ നമ്മൾ കളിയാക്കില്ല കേട്ടോ. അണ്ണൻ എന്ന് വെച്ചാൽ അണ്ണൻ അവിടെ പോയില്ല. അപ്പോൾ അണ്ണനൊന്നും പറ്റിയില്ല. അപ്പോൾ അണ്ണനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അണ്ണൻ ആ കിട്ടിയ മണി ബോക്സ് ആണ്. അതാണെങ്കിൽ 2 ദിവസത്തെ കണ്ടന്റ് അണ്ണൻ 1 ദിവസം കൊണ്ട് അത് തീർത്തിട്ട് വന്നു. ബിഗ് ബോസിനും പണി കൊടുത്തിട്ട് വന്നു. അപ്പോൾ അണ്ണന് ഒരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ പിന്നെ ഒന്നാമത്തെ സീസൺ 6 അദ്ദേഹത്തിൻ്റെ വിന്നറും അങ്ങനത്തെ ഒരാളാണ്. നമ്മൾ വിചാരിച്ചാൽ ആളിനെ വിന്നറാണെന്ന് വിചാരിച്ചാൽ ആളിനെ വിന്നറായി. കാരണം അങ്ങനത്തെ ഒരു സീസണിൽ ആളിനെ വിന്നറായാൽ മതി. ആകെ ഒരു പോസിറ്റീവിൻ്റെ അർജുൻ ശ്രീതുവാണ്. ബാക്കി ഒരു പോസിറ്റീവ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ച അണ്ണൻ പോകുമ്പോൾ അണ്ണൻ ജയിച്ചിട്ട് വരുന്നു. പക്ഷെ അണ്ണൻ ജയിച്ചിട്ട് വന്നില്ല. അണ്ണന് അത് റിയൽ ലൈഫിൽ അണ്ണൻ മാസും റിയൽ ലൈഫിൽ അണ്ണൻ മാസും അല്ലാത്ത അവസ്ഥ. വേറൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അണ്ണൻ അങ്ങനെ വന്നതിനെ കുറ്റം പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക അണ്ണൻ എന്താ അവിടെ ചെയ്തത്. അപ്പം നമ്മുടെ ബിഗ് ബോസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് അത് നിങ്ങളവിടെ കപ്പടിക്കുക. നിങ്ങളവിടെ ഇതൊരു വലിയ രാജ്യത്തിന് വേണ്ടി സംഭവം അല്ല. രാജ്യത്തിന് വേണ്ടി വേൾഡിന് വേണ്ടി സംഭവം അല്ല. നിങ്ങൾ ഇതൊരു ഗെയിം ഷോ ആണ്. അതിൻ്റെ അവസാനം ഒരാൾ കപ്പ് കിട്ടണം, അതുപോലെ പൈസയും കിട്ടണം. ആ പൈസയും കപ്പ് ഒരാൾ കിട്ടാതെ എന്ത് ചെയ്തിട്ടാലും മതി. എന്ത് ചെയ്തിട്ടാലും കപ്പ് കിട്ടിയാൽ മതി. അത്ര അതായത് സൊസൈറ്റിക്ക് നിങ്ങൾ എന്ത് മെസ്സേജ് ബിഗ് ബോസിന് കാണുന്നത്? അതൊരു ഗെയിം ഷോ ആണ്. അതിന് ഫെയിം കുറച്ച് കിട്ടും, അത്ര തന്നെ. അല്ലാണ്ട് ഈ ബിഗ് ബോസ് നമുക്ക് ആ പോണവർക്ക് അത് ഞാൻ പറഞ്ഞ പോലെ അത് അവർക്ക് ഒരു ഇത് കിട്ടും, ഒരു പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ പോസിറ്റിവിറ്റി, നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾ ഉണർത്താൻ ശ്രമിക്കുക. അപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ മനസ്സിലാക്കി അത് അവിടെ തന്നെ ഇട്ടിട്ട് വരിക, പോസിറ്റീവ് കാര്യങ്ങളാക്കിയിട്ട് പുറത്തേക്ക് വരിക. അത്രേ ഉള്ളൂ. അതിന് മേലെ ഈ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് മെസ്സേജ് കിട്ടും, അതൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് മെസ്സേജാണ്? ഇപ്പോൾ റിയാസ് സലീമൊക്കെ പോയിട്ടിരുന്ന് പറയുന്നുണ്ട് മെസ്സേജ് പഠിക്കാൻ പറ്റും. എന്ത് പഠിക്കാൻ പറ്റും? അതിൻ്റെ ഉള്ളിൽ പോയവർക്ക് പുറത്തുള്ള ആൾക്കാർക്ക് അതിനൊന്നും കിട്ടില്ല. എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഇമോഷൻ, അതന്നെ എല്ലാ ഇമോഷൻസും കിട്ടും, അല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല ഇതിന്ന്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. നമുക്ക് ആ 3 മാസം നമുക്കൊരു സംഭവം ഇരുന്ന് കാണാം, നമുക്കൊരു ഇമോഷൻസ് കണക്ട് ചെയ്യാം. അതിങ്ങനെ കണക്ട് നമുക്ക് ഒരാൾക്ക് ഇഷ്ടം തോന്നുന്നു, അയാളുടെ ക്യാരക്ടർ മനസ്സിലാവും, അയാൾ നെഗറ്റീവ് പോസിറ്റീവ് അത്രേ ഉള്ളൂ. അതിന് മേലെ ഒരു മെസ്സേജ് അതിന് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ആ ഒരു വിന്നറായതിൻ്റെ ആ ഡിസേർവ് ആണ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണ് അനുമോൾ. അതിനോട് വിന്നറായി. ഇനിയും കഴപ്പ് തീരാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തിന്? ഓക്കെ, ശരി.